ഹായ് ഓൾ. നീറ്റ് 2024 അതായത് കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിന്റെ ആക്ച്വൽ കട്ട് ഓഫ് എന്തായിരുന്നു കേരളത്തിൽ MBBS ലഭിക്കാൻ വേണ്ടി? അതാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് എന്ന് പറയുമ്പോൾ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ, കോട്ടയം, മഞ്ചേരി, പാലക്കാട്, കോന്നി, തൃശൂർ ആൻഡ് ട്രിവാൻഡ്രം, ഇത്രയും മെഡിക്കൽ കോളേജസിലുള്ള സ്റ്റേറ്റ് വൈസ്, ദാറ്റ് ഈസ് നമ്മുടെ 85% സ്റ്റേറ്റ് കോട്ടയിൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ കട്ട് ഓഫ് ആയ നീറ്റിന്റെ സ്കോറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാങ്കുമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു ഫിയർ മോങ്കറിങ്ങിന് വേണ്ടിയല്ല. ശരിക്കും ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് ഇനി മോക്ക് എക്സാമുകളുടെ സമയമാണ്. മോക്ക് എക്സാംസിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളും ക്രാഷ് വഴി പഠിച്ച കാര്യങ്ങളെല്ലാം ഇതെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് വരുന്ന ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന മോക്ക് എക്സാംസിലാണ്. സോ ഈ മോക്ക് എക്സാംസിലൂടെ എഴുതിയാണ് നിങ്ങൾ നീറ്റ് എക്സാമിലേക്ക് എത്തുക. അപ്പോൾ ഓൺ ആൻ ആവറേജ് എത്ര റേഞ്ചിലേക്ക് നിങ്ങൾ എത്തണം എന്നൊരു ഐഡിയ എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം. എൻ്റെ ഒരു എയിം ഇതാണെങ്കിൽ ഐ ഷുഡ് റീച്ച് ദിസ്, ആ ഒരു സംഭവം ഉള്ളിൽ ആക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കട്ട് ഓഫ് സ്കോറുകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ഇവിടെ ഞാൻ കാറ്റഗറി വൈസ് ആയിട്ട് തന്നെ കട്ട് ഓഫ് മാർക്കുകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ മാർക്ക് വെച്ച് നമുക്ക് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. വീഡിയോ കാണാൻ ടെൻഷൻ ആകുമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് പിന്നെ കണ്ടാലും മതിയാകും. എന്നാലും ജസ്റ്റ് കട്ട് ഓഫുകളെ കുറിച്ച് പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ വർഷത്തെ നീറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹൈ കട്ട് ഓഫ്, ഈ വർഷം ഇത്രയും നാൾ നടന്ന നീറ്റുകളിൽ വളരെ വലിയൊരു ഹൈ കട്ട് ഓഫ് വന്ന ഒരു നീറ്റ് എക്സാം ആയിരുന്നു. അപ്പം അതിന്റെ ബേസിലാണ് അത് ഈ വർഷം അതേപോലെ തന്നെ റിപ്പീറ്റ് ആക്കണം എന്ന് നിർബന്ധമില്ല. ഇപ്രാവശ്യം നീറ്റ് എക്സാമിന്റെ രജിസ്ട്രേഷനിൽ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ആയുള്ള രജിസ്ട്രേഷൻസ് ഒന്നും അവിടെ കാണാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഉള്ള രജിസ്ട്രേഷൻ കൗണ്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇൻക്രീസിങ് ഗ്രാഫിൽ നിന്നും ചെറിയൊരു മാറ്റമുണ്ട്, ഒരു ഡിക്ലൈൻ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ എന്നാൽ പോലും നീറ്റ് എക്സാം ആണ്, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു പരീക്ഷയാണ്. അപ്പൊ ആ ഒരു ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ പറഞ്ഞൊരു ഉത്ബോധത്തിലൂടെ തന്നെ എക്സാമിനെ നേരിടാൻ ശ്രമിക്കുക. സോ നമുക്ക് എന്തായാലും ഓരോ കോളേജസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് TD മെഡിക്കൽ കോളേജ് ആലപ്പുഴയാണ്. നമുക്ക് ആദ്യമേ ഓരോ കാറ്റഗറി വൈസ് നമുക്ക് അവിടുത്തെ നീറ്റ് സ്കോർ, അതായത് തേർഡ് അലോട്ട്മെന്റ് ആണ് കേട്ടോ, ഫൈനൽ അലോട്ട്മെന്റ് ആണ് തേർഡ് അലോട്ട്മെന്റ്. അതിനുശേഷം നടക്കുന്ന അലോട്ട്മെന്റുകളെ സ്പോട്ട് അലോട്ട്മെന്റുകൾ എന്നാണ് പറയുക. സോ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിലെ റാങ്ക് അനാലിസിസ് ആണ് ശരിക്കും. അപ്പം TD മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ജനറൽ കാറ്റഗറിയിൽ 677 എന്ന് പറഞ്ഞ നീറ്റ് മാർക്കിനായിരുന്നു ഏറ്റവും അവസാനം തേർഡ് അലോട്ട്മെന്റിൽ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചത്. അത് എറണാകുളത്തേക്ക് വരുമ്പോൾ 675 ആയി മാറി. കോഴിക്കോടേക്ക് വന്നപ്പോൾ 691 ആയിരുന്നു അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ജനറൽ കാറ്റഗറിയിൽ. അതിനുശേഷം പാരിപ്പള്ളി, കൊല്ലം ESI മെഡിക്കൽ കോളേജാണ്, ESIC കോട്ടയുള്ളൊരു മെഡിക്കൽ കോളേജാണ് കൊല്ലം എന്ന് പറയുന്നത്. അപ്പം കൊല്ലത്തിൽ 675 അടുത്ത സ്റ്റേറ്റ് കാറ്റഗറി കട്ട് ഓഫ് എന്ന് പറയുന്നത്. കണ്ണൂരിലേക്ക് വന്നപ്പോൾ അതും 675 റേഞ്ചാണ്. കോട്ടയം 681 മാർക്കാണ്. ഞാൻ മാർക്കാണ് പറയുന്നത്. നീറ്റിൽ 720 എത്ര മാർക്ക് സ്കോർ ചെയ്തവരാണ് ലാസ്റ്റ് ആയിട്ട് അവിടെ പ്രവേശിച്ചത് എന്നാണ് ഇതിലൂടെ അനലൈസ് ചെയ്യുന്നത്. മഞ്ചേരിയിൽ 675 പാലക്കാടും കോന്നി മെഡിക്കൽ കോളേജിലും സ്റ്റേറ്റ് കാറ്റഗറി ജനറൽ കാറ്റഗറിയിലുള്ള കോട്ട ഇല്ല, അതല്ലാണ്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. തൃശ്ശൂരാണെങ്കിൽ 681 അതേപോലെ ട്രിവാൻഡ്രത്തിൽ 686 സ്കോർ വന്നു. അപ്പൊ ഇത് നമുക്ക് സ്റ്റേറ്റ് കാറ്റഗറിന്റെ ബേസിൽ കോളേജസിനെ റാങ്ക് ചെയ്താൽ വന്നാൽ ഏറ്റവും ഫസ്റ്റ് റാങ്കിൽ വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, അതിനുശേഷം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ്, അതിനുശേഷം തൃശ്ശൂർ മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജുമാണ്, അതിനുശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്, അതിനുശേഷമാണ് എറണാകുളം, ഇടുക്കി, കൊല്ലം, കണ്ണൂർ, മഞ്ചേരി ഓർഡറിലേക്ക് വരുന്നത്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇഴവ കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 674 വലിയ വ്യത്യാസമുണ്ടോ എന്ന് വെച്ചാൽ റാങ്കുകൾ നിങ്ങൾ നോക്കുക. 677 റാങ്ക് 849 ആയിരുന്നു. 674 3 മാർക്ക് വ്യത്യാസം വന്നപ്പോൾ അവിടുത്തെ റാങ്ക് 1020 മാറി. അപ്പം ഇഴവ, ദാറ്റ് ഈസ് OBC കാറ്റഗറിയിൽ, MU കാറ്റഗറി ഏകദേശം ഈ റേഞ്ചിൽ വരും. OBC കാറ്റഗറിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 674 ആയിരുന്നു കട്ട് ഓഫ്. 670 ആണ് എറണാകുളത്ത്, ഇടുക്കിയിൽ 652 ആണ്, 685 ആണ് കോഴിക്കോട്, 665 ആണ് കൊല്ലം, 667 ആണ് കണ്ണൂർ, 678 ആണ് കോട്ടയം, മഞ്ചേരി 669 ആണ്, പാലക്കാട് 664, കോന്നി 651, തൃശ്ശൂർ 677, തിരുവനന്തപുരത്ത് 680 OBC കാറ്റഗറി. അപ്പൊ നിങ്ങൾ OBC കാറ്റഗറി ജനറൽ കാറ്റഗറിയെ വെച്ച് മാർക്കുകൾ കമ്പയർ ചെയ്യുമ്പോൾ 1-2 മാർക്കുകളുടെ ഡിഫറൻസിനനുസരിച്ചാണ് അവിടെ കട്ട് ഓഫ് ശരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, മാറിയിട്ടുള്ളത്. സോ അത് നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ് കാറ്റഗറി ആൻഡ് OBC കാറ്റഗറിയിലാണ് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ എക്സാം എഴുതുന്നത്. നിങ്ങൾ അത് നോക്കുക. പിന്നെ ഒരു കാറ്റഗറിയാണ് EWS കാറ്റഗറി, ജനറൽ കാറ്റഗറിയിലുള്ള ഈ എക്കണോമിക് വീക്കർ സെക്ഷൻ. അവരുടെ കട്ട് ഓഫ് റാങ്കുകളാണ് നമ്മളിനി പറയുന്നത്. ആലപ്പുഴയിലേക്ക് വന്നപ്പോൾ 657 ലാസ്റ്റ് കട്ട് ഓഫ് ചെയ്ത മാർക്ക്, 654
എറണാകുളത്തേക്ക് വന്നപ്പോൾ ഇടുക്കിയിൽ 643 മാർക്കാണ് ലാസ്റ്റ് കട്ട് ഓഫ് ആയത്. നെക്സ്റ്റ് കോഴിക്കോട് 670 ആണ്. അതിനുശേഷം 654 കൊല്ലം, 657 ആണ് കണ്ണൂർ വന്നിട്ടുള്ളത്, 651 ആണ്, 7 അല്ല 651, 662 ആണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ, 651 ആണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ, 647 ആണ് പാലക്കാട്, 650 ആണ് കോന്നിയില്, തൃശ്ശൂർ 661, ട്രിവാൻഡ്രത്ത് 666. അപ്പൊ ഇതൊരു പിക്ചറാണ് നൽകുന്നത്. ഈ കട്ട് ഓഫുകൾ തന്നെയാണ് അടുത്ത വർഷവും വരിക, എക്സാക്ട്ലി ഇത് തന്നെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ഓൾ ഇന്ത്യ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ അതനുസരിച്ച് ഇവിടെ റാങ്ക് മാറാം. അതുപോലെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത എണ്ണത്തിനനുസരിച്ച് കട്ട് ഓഫ് മാറാം. പക്ഷെ ഇതൊരു പിക്ചറാണ്. ഈ ഡിഫറെന്റ് കാറ്റഗറീസ് നിങ്ങൾ നോക്കുക, ഡിഫറെന്റ് കോളേജസ് നോക്കുക, അതിൽ ഈ ഒരു റേഞ്ച് ഓഫ് മാർക്കിലാണ് ശരിക്കും അവിടെ കട്ട് ഓഫുകൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ SC കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 570 ആണ് ആലപ്പുഴ, പിന്നെ 564, 525, 598, 561, കോഴിക്കോട് 598 ആണ് SC കാറ്റഗറിയിൽ റെക്കോർഡ് കട്ട് ഓഫ് ആയിരുന്നു. 598 ആണ് SC കാറ്റഗറിയിൽ അവിടെ അഡ്മിഷന് വേണ്ടി തേർഡ് അലോട്ട്മെന്റ് വന്നത്. 561, 59, 81, 63, 523, 538, 575, 585. അപ്പം 550 റേഞ്ച് കാറ്റഗറിയിലാണ് SC കാറ്റഗറിന്റെ MBBS കട്ട് ഓഫ് ആയിട്ട് കഴിഞ്ഞ വർഷം തേർഡ് അലോട്ട്മെന്റിൽ വന്നത്. EWS കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 650 ടു അല്ലെങ്കിൽ 650 റേഞ്ചിലുള്ളവർക്കാണ് EWS കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തവർക്ക് MBBS തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയത്. ഇനി ഇഴവ കാറ്റഗറിയിലേക്ക് വന്ന അല്ലെങ്കിൽ OBC കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 670 അല്ലെങ്കിൽ ഒരു 675 അല്ലെങ്കിൽ ഒരു 665 റേഞ്ചിലേക്കാണ് നമുക്ക് ഇവരെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കാൻ. ഫൈനലി ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജനറൽ കാറ്റഗറി 675 എബോവ് ആണ്. 675 എബോവ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ജനറൽ കാറ്റഗറി കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് MBBSന്റെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കുള്ള കട്ട് ഓഫ്. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കട്ട് ഓഫും കാണാം. അവിടെ റാങ്കിന് നല്ല വേരിയേഷൻസ് ഉണ്ട്. ഇപ്പൊ അല്ലാസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ എടുത്തു കഴിഞ്ഞാൽ 9551 ആണ് അവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത്. 9551 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 585 മാർക്ക് വരും. 585 ആയിരുന്നു അവിടെ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെയും അനലൈസ് ചെയ്യാൻ സാധിക്കും. ഈ ഡാറ്റ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സാധിക്കും. ഇതൊക്കെ നമ്മുടെ കേരള 2024 ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലുണ്ട്. അവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും അതേപോലെ തന്നെ റാങ്ക് കട്ട് ഓഫുകളും കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അറിഞ്ഞിരിക്കാം. നമ്മൾ ഇനിയും ഇതുപോലെ കട്ട് ഓഫ് വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വരാം. പക്ഷെ എന്നാൽ പോലും ഇതൊരു ഫിയർ ജനറേറ്റ്, പേടി ജനിപ്പിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ ഇതിന് ഒരിക്കലും കൺസിഡർ ചെയ്യരുത്. ഇതാണ് റിയാലിറ്റി എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എപ്പോഴും എത്തിച്ചേരണം. അതനുസരിച്ചാണ് നിങ്ങൾ ഏത് കോഴ്സാണോ ചൂസ് ചെയ്യുന്നത് ആ കോഴ്സിലേക്കുള്ള നിങ്ങളുടെ വർക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ MBBS ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ MBBSൽ പറഞ്ഞ രീതിയിൽ ഇപ്പൊ നമുക്ക് ഓരോ വർഷങ്ങളിലുള്ള അനാലിസിസിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ വർഷമാണ് കട്ട് ഓഫ് ഇത്രയും ഹൈയിൽ റൈസ് ആയത്. എന്നാൽ പോലും കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷമാണെങ്കിൽ ഒരു 650 ഒരു 640 റേഞ്ചിലേക്കാണ് അഡ്മിഷൻസ് എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി വർക്ക് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. വരുന്ന മോക്കുകൾ മാക്സിമം അറ്റൻഡ് ചെയ്ത് സ്കോറുകൾ ഉയർത്താൻ ശ്രമിക്കുക. ഇനിയുള്ള മാസങ്ങൾ നിങ്ങൾക്ക് ശ്രമിച്ചാൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഈ ഒരു സമയം ഉറപ്പായിട്ടും അതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം അത് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാനിലൂടെ മോക്ക് എക്സാംസ് എഴുതി, ഞാൻ പറഞ്ഞത് എക്സാമുകൾ എഴുതി, ഇനി വരുന്ന പരീക്ഷകൾ എഴുതി ക്ലാസ്സുകൾ കാണുന്നതിലും ഇമ്പോർട്ടൻസ് നിങ്ങൾ എക്സാമുകൾ എഴുതാൻ വേണ്ടി കൊടുക്കുക. എക്സാമുകൾ എഴുതി അതിൽ നിന്ന് കിട്ടുന്ന മിസ്റ്റേക്കുകൾ ഒരു മിസ്റ്റേക്ക് ബുക്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ വേണ്ടി ചാപ്റ്റർ വൈസ് ബുക്കിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് അതിനെ പിന്നെയും റിവൈസ് ചെയ്യുക. അങ്ങനെ ഡൗട്ട് തോന്നുന്ന ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഈ ഫൈനൽ ഒരു മന്ത് എന്ന് പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആക്കാൻ ശ്രമിക്കുക. അപ്പം എങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങളുടെ ഒരു റേഞ്ച് ഇപ്പൊ പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ മോക്ക് എക്സാംസ് എഴുതുമ്പോൾ ഒരുപാട് മാർക്ക് കുറയുന്നു എന്നൊരു അവസ്ഥ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. അത് ആക്ച്വലി നിങ്ങൾ പല ആൾക്കാരിലും കണ്ടിട്ടുണ്ടാവും. മോക്ക് എക്സാംസ് എഴുതുന്ന അതേ മാർക്ക് തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് നീറ്റിന് കിട്ടുന്ന ചരിത്രമാണ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. അതായത് മോക്ക് എക്സാംസ് നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ നീറ്റ് പേപ്പറിനേക്കാളും ടൈറ്റ് ആയിട്ടുള്ള മോക്ക് എക്സാംസ് ആയിരിക്കും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലും കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ റേഞ്ചിൽ വരുന്നത് കുറച്ചും കൂടെ ഹയർ റേഞ്ചിൽ മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ എന്നാലും അപ്പൊ മോക്ക് എക്സാമിനേക്കാളും എളുപ്പമായിരിക്കും നീറ്റ് എക്സാം എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഇറ്റ് വിൽ ബി ഈസി മോക്ക് എക്സാംസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ എന്നാലും നിങ്ങൾ ആ ഒരു ലെവൽ ഓഫ് ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് മോക്ക് എക്സാംസ് നിങ്ങൾ ഒരിക്കലും ഉറപ്പായിട്ടും ബെനിഫിറ്റ്സ് ഉണ്ടാക്കത്തേ ഉള്ളൂ. അപ്പൊ അതിന് മാക്സിമം ഫോക്കസ് ചെയ്യുക, എക്സാമുകൾ എഴുതുക, ഇക്വേഷൻ ബുക്സ് ഒക്കെ നോക്കി റിവൈസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.